നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ദിനം പ്രതി ഇപ്പോൾ AAPയിൽ നിന്നും BJPയിലേക്ക് നേതാക്കൾ കൂട്ടത്തോടെ എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതി കുംഭകോണത്തിൽ തീഹാർ ജയിലിൽ കഴിയുകയാണ്. ഈ സാഹചര്യത്തിൽ ആ പാർട്ടിയിൽ നേതാക്കളും പ്രവർത്തകരും ഇനി എന്ത് വിശ്വസിച്ചാണ് നിൽക്കുക എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് അവർ, അല്ലെങ്കിൽ ഒരു ആശങ്കയിലാണ്. ആ പാർട്ടിയെ നയിക്കേണ്ട വ്യക്തിയാണ് അഴിമതിക്ക് അഴിയെണ്ണുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ കനത്ത തിരിച്ചടിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയിൽ നിന്നും മുതിർന്ന നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. മുൻ ക്യാബിനറ്റ് മന്ത്രിയും MLAയുമായ രാജ്കുമാർ ആനന്ദ്, MLA കർത്താർ സിംഗ് തൻവാർ, മുൻ MLA വീണ ആനന്ദ് എന്നിവരാണ് ഇന്നലെ BJPയിൽ ചേർന്നത്. സഹപ്രവർത്തകർക്കൊപ്പം BJP ദേശീയ ആസ്ഥാനത്തെത്തിയാണ് ഇവർ പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. BJP ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ്, ഡൽഹി BJP പ്രസിഡന്റ് വീരേന്ദ്ര സച്ദേവ്, നാഷണൽ മീഡിയ സഹ കൺവീനർ ഡോക്ടർ സഞ്ജയ് മായൂക് എന്നിവർ ചേർന്ന് ഇവരെ സ്വീകരിച്ചു. ആപ്പ് മുനിസിപ്പൽ കൗൺസിലർ ഉമേഷ് സിംഗ് ഭോഗട്ട്, ഡൽഹി മുൻ നിയമസഭാ ഡയറക്ടറും ആപ്പ് ഹിമാചൽ പ്രദേശ് പ്രഭാരിയുമായ രത്നേഷ് ഗുപ്ത, സഹപ്രഭാരി സച്ചിൻ റായി എന്നിവരും ഇന്നലെ BJPയിൽ ചേർന്നവരിൽ പെടുന്നു. അരവിന്ദ് കെജ്രിവാളും ആപ്പ് ദളിതരുടെ വോട്ട് വാങ്ങി അവരെ വഞ്ചിക്കുകയാണെന്ന് രാജ്കുമാർ ആനന്ദ് പ്രതികരിച്ചു. ദളിതരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോഴെല്ലാം കേജ്രിവാൾ താല്പര്യവും കാണിച്ചില്ല. ദളിതരുടെ പേരിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് പഞ്ചാബിൽ സർക്കാർ രൂപീകരിച്ചത്. എന്നാൽ 10 രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ട സമയമായപ്പോൾ അതിലാരും ദളിതരായിരുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് കർത്താർ സിംഗ് തൻവാർ പറഞ്ഞു. അഴിമതി തുടച്ചു നീക്കാൻ വന്ന പാർട്ടിയാണ് ഡൽഹിയിൽ ഏറ്റവും വലിയ അഴിമതി നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഛത്തർപൂരിൽ നിന്ന് 2 തവണ MLA ആയ തൻവാർ 2014 ആം ആദ്മി പാർട്ടിയിൽ ചേരുന്നതിന് മുൻപ് BJP അംഗമായിരുന്നു. തൻവാർ വീട്ടിലേക്ക് മടങ്ങിയെത്തി എന്നാണ് BJP നേതാക്കൾ വിശേഷിപ്പിച്ചത്. 2015ലും 2020ലും ആം ആദ്മിയിൽ ടിക്കറ്റിൽ മത്സരിച്ചാണ് തൻവാർ നിയമസഭയിലെത്തിയത്. സംവരണ സീറ്റായ പാട്ടേൽ നഗറിൽ നിന്ന് 2020 ആം ആദ്മി പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച രാജ്കുമാർ ആനന്ദ് ഡൽഹി സർക്കാരിൽ സാമൂഹിക ക്ഷേമ മന്ത്രിയായിരുന്നു. പാർട്ടിയിൽ വലിയ അഴിമതിയാണ് എന്നും ദളിതരെ അവഗണിക്കുന്നുവെന്നും ആരോപിച്ച് അദ്ദേഹം ഇക്കഴിഞ്ഞ ഏപ്രിൽ 10 മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത്. AAPയുമായുള്ള തന്റെ ബന്ധം ഒരു ചീത്ത സ്വപ്നമാണ് എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ഒരു മാസത്തിനു ശേഷം മെയ് 5 അദ്ദേഹം BSPയിൽ ചേരുന്നത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ജൂൺ 14 സ്പീക്കർ അദ്ദേഹത്തെ സഭയിൽ നിന്ന് അയോഗ്യനാക്കി. 2013 പാട്ടേൽ നഗറിൽ നിന്ന് AAP MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് വീണ ആനന്ദ്. രാജ്കുമാർ ആനന്ദിന്റെ ഭാര്യയായ അവർ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രദേശത്തെ സജീവ AAP നേതാവായിരുന്നു. 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കാൻ സാധ്യതയുള്ള ഡൽഹിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നേതാക്കളുടെ കൂറുമാറ്റം. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജയിലിൽ കഴിയുന്നതിനിടെയാണ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്. സംഭവത്തിൽ AAP ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. രാജ്കുമാർ ആനന്ദിന്റെ അയോഗ്യതയോടെ നിയമസഭയിൽ AAP അംഗബലം 61 കുറഞ്ഞു. കൂറുമാറ്റ നിയമപ്രകാരം തൻവാറും അയോഗ്യനാകപ്പെടാൻ സാധ്യതയുണ്ട്.